സാറേ സാറേ വില്ലേജ് ഓഫീസർ അകത്തുണ്ടോ? എന്താ കാര്യം? എന്താ? ഒരു വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടിയാ സാറേ. ഞാൻ കുറച്ച് നാളായി കയറി ഇറങ്ങുക. അപേക്ഷ കൊടുത്തായിരുന്നോ? 3 ആഴ്ചയായി സാറേ അപേക്ഷ കൊടുത്തിട്ട്. വില്ലേജ് ഓഫീസർ കണ്ടായിരുന്നോ? വരുമ്പോഴൊക്കെ കാണുന്നുണ്ട് സാറേ. അപ്പോഴെല്ലാം നാളെ വാന്നാ പറയുന്നത്. പറഞ്ഞായിരുന്നോ? വരുമ്പോഴെല്ലാം നാളെ വാന്നാ പറയുന്നത്. മുഖത്ത് പോലും നോക്കത്തില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, 500 രൂപ മേശപ്പുറത്ത് വെച്ചിട്ട് കാര്യം പറഞ്ഞാൽ മതി. കാശ് മേശപ്പുറത്ത് വെച്ചാലേ അദ്ദേഹം മുഖത്ത് നോക്കത്തുള്ളൂ. 500 രൂപ കൊടുത്താൽ കാര്യം നടക്കും സാർ. എപ്പം നടന്നത് ചോദിച്ചാൽ മതി. കാര്യം നടക്കുമ്പം എന്റെ കാര്യം കൂടെ പരിഗണിക്കണേ. കവറൊന്നുമില്ല സാറേ. കവറൊന്നും വേണ്ടെന്നേ. രൂപ മേശപ്പുറത്ത് വെച്ചിട്ട് കാര്യം പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ നാളെ വാന്ന് വീണ്ടും പറഞ്ഞോണ്ടേയിരിക്കും. എന്താ കാര്യം? സാർ ഞാൻ ഒരു വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ കൊടുത്തായിരുന്നു. ഇതുവരെ ഒന്നും ആയില്ല. ഈ അപേക്ഷയുടെ പേരെന്താ? ഷാജഹാൻ. ഷാജഹാൻ. മൺട്രോത്തുരുത്ത് ഷാജഹാൻ അല്ലേ? എന്നാ ഇതങ്ങ് കൊടുത്താ മതി കേട്ടോ. സാറേ, ഒരു കാര്യം ചോദിക്കട്ടെ, വില്ലേജ് ഓഫീസർ അകത്തുണ്ടോ? എന്താ കാര്യം? വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാം. ബന്ധുക്കാർ വല്ലതും ആണോ? ഏറെക്കുറെ സംബന്ധക്കാരാണ്. ആവാൻ പോകുന്നവരാ. എനിക്ക് അങ്ങോട്ട് ചെന്നാട്ടെ. സാറേ നമസ്കാരം. ഞാൻ ബ്രോക്കർ സദാശിവൻ. ഇത് രാമകൃഷ്ണ സാറ്. എന്താ കാര്യം? സാറിന്റെ മകളെ പെണ്ണ് കാണാനേ സാറ് പറഞ്ഞിട്ടാ വന്നത്. ഇവിടെ വരാനാ പറഞ്ഞത്. മകൻ എഞ്ചിനീയറാണ്, ദുബായിലാണ്. ഇപ്പൊ ഇവിടെ സ്ഥലത്തുണ്ട്. വിവരമെല്ലാം ഫോണിൽ കൂടെ സദാശിവൻ പറഞ്ഞു കാണുമെന്നാണ് വിചാരിക്കുന്നത്. മനസ്സിലായി. ഒരു കാര്യം ചെയ്യ്, നാളെ വാ കേട്ടോ. സാറേ, പയ്യന് ലീവ് കുറവായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. പയ്യന് അടുത്ത മാസം തിരിച്ചു പോണ്ടതാ. നാളെ വാ, നമുക്ക് ശരിയാക്കാം. നാളെ വാ. അങ്ങേര് നാളെ വാ ശരിയാക്കാമെന്ന് പറഞ്ഞ കേട്ടി. എന്തോന്ന് ശരിയാക്കാനാ? നമുക്ക് ഈ ബന്ധം വേണ്ട, വെറുതെ മെനക്കേട്. അയ്യോ സാറേ, അങ്ങനെ പറയരുത്. നല്ല സാമ്പത്തിക ശേഷിയുള്ള പെൺകുട്ടിയാ, ഒറ്റ മോള. വില്ലേജ് ഓഫീസറെ കൈക്കൂലി മേടിച്ച് ധാരാളം സമ്പാദിച്ചു കൂട്ടിയിട്ടുള്ള ആളാ. വീണ്ടും നമുക്ക് നാളെ കൂടെ വരാം. ഇതേപോലെയാണ് പുള്ളി പറയുന്നതെങ്കിൽ നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കാം. സാറേ, എനിക്കൊരു കാര്യം നടന്നു കിട്ടാനുണ്ട്. കാര്യം നടക്കാൻ വേണ്ടിയാണാ പറയുന്നത്. 500 രൂപ അപേക്ഷയോടൊപ്പം കൊടുത്താൽ മതി. രൂപ കവറിൽ ഇടണോ സാറേ? ഒന്നും വേണ്ട. ഈ 500 രൂപ അപേക്ഷയോടെ വെച്ച് അങ്ങോട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ഈ കാശ് കാണുന്ന രീതിയിൽ ഇങ്ങനെ അങ്ങ് വെക്കുക. ഇത് ഒരുപാട് പഴയതാണല്ലോ. ഇതൊരെണ്ണം മാത്രമേ ഉള്ളൂ സാറേ തെളിവായിട്ട്. ശരി, ഇങ്ങനെ അങ്ങ് കാണിച്ച് കൊണ്ട് കൊടുത്താൽ മതി. ചെല്ലി. അത് കൊടുത്താൽ കാര്യം നടക്കുമോ സാറേ? അദ്ദേഹം വല്ലതും പറയുമോ? നിങ്ങൾ കാര്യം നടക്കണമെങ്കിൽ സാറിനെ കൊണ്ട് കൊടുക്കും. സാറേ, ഞാൻ ഇതുവരെയ്ക്കും കൈക്കൂലി കൊടുത്തിട്ടില്ല. ഇങ്ങനെയൊക്കെ കൊടുത്ത് ശീലിക്കുന്നത്. ചെല്ല്. സാറേ, നിങ്ങളുടെ കാര്യം ഇതുവരെയ്ക്കും ശരിയായില്ലേ? ഇന്ന് ശരിയാക്കാമെന്നാ പറഞ്ഞത്. സാറകത്തുണ്ടോ? ഒരാളകത്തിരിപ്പുണ്ട്. അയാൾ ഇറങ്ങുമ്പോ അങ്ങോട്ട് കയറി.
സാറേ പൈസ അകത്ത് കൊടുത്തിട്ടുണ്ട്, അപേക്ഷ ഒപ്പിട്ടിട്ടുണ്ട്, സാറിനെ കാണിക്കാൻ പറഞ്ഞു. നിങ്ങൾ അങ്ങോട്ട് ചെന്നോ. നമസ്കാരം സാറേ. എന്താ കാര്യം? അപേക്ഷ എല്ലാം കൊടുത്തിട്ടുണ്ടോ? അയ്യോ സാറേ, ഞാൻ ബ്രോക്കർ സദാശിവ, സാറിന്റെ മോളെ ആലോചനയ്ക്കായിട്ട് വന്നതാ. ഞാൻ പയ്യന്റെ അച്ഛൻ രാമകൃഷ്ണൻ. ഇന്ന് വരാൻ പറഞ്ഞായിരുന്നു, പയ്യനും വന്നിട്ടുണ്ട്, മാറിയിരിക്കുക. എനിക്ക് ഒരു തിരക്കുണ്ട് കേട്ടോ. നാളെ വാ, നമുക്ക് ശരിയാക്കാം. നാളെ വാ. വാടേ, ഇയാൾക്ക് മാത്രമേ പെൺമക്കളുള്ളൂ. സാറേ, കാര്യം ശരിയായോ സാറേ? ഞങ്ങൾ ഈ വില്ലേജ് ഓഫീസറുടെ മകളെ ഒരു ആലോചനയ്ക്കായിട്ട് വന്നതാ. ഇതിപ്പോ 4ാമത്തെ തവണയാണ്. എപ്പോ വന്നിരുന്നാലും നാളെ വാ എന്നാ പറയുന്നത്. എന്തോന്ന് രക്ഷകർത്താവ്. നാളെ പറഞ്ഞായിരുന്നു. വരുമ്പോഴൊക്കെ ഇത് തന്നെ പറയുന്നതെന്ന്, മുഖത്ത് നോക്കത്തില്ലെന്നേ. എങ്കിലേ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, 1000 രൂപ അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് വെച്ചിട്ട് സംസാരിച്ചാൽ മതി. 1000 രൂപയോ? സാധാരണ 500 രൂപയാണ്. പിന്നെ ഇതൊരു നല്ല കാര്യത്തിനല്ലേ സാറേ? എടോ, ഇത് മാരേജ് സർട്ടിഫിക്കറ്റിന് വന്നതല്ല, അദ്ദേഹത്തിന്റെ നോക്ക് വേണ്ടിട്ട് ഒരു സംബന്ധ ആലോചനത്തിന് വന്നില്ലേ. സാറേ, നിങ്ങൾ ഈ പറഞ്ഞ ഒന്നും അദ്ദേഹം കേട്ട് കാണത്തില്ല. എടോ, എല്ലാ വില്ലേജ് ഓഫീസർമാരും ഇതേണൊക്കെ കൈക്കൂലിക്കാരാണോ? എല്ലാവരും ഇല്ല സാറേ, ഇത് നല്ല ആൾക്കാരും ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു പ്രത്യേക ടൈപ്പാണ്. മേശപ്പുറത്ത് കാശ് വന്ന മുഖത്ത് നോക്കും. സാറേ, 1000 രൂപയും എടുത്ത് കാര്യം നടക്കണ്ടേ? നേര് സമ്പാദിച്ചു കൂട്ടുന്നതെല്ലാം സാറിന്റെ മോന് വേണ്ടിയിട്ടുള്ളതല്ലേ? എന്താ കാര്യം? സാറേ, ഞാൻ ബ്രോക്കർ സദാശിവ, സാറിന്റെ മകളുടെ ആലോചനയ്ക്കായിട്ട് വന്നു. ഇത് പയ്യന്റെ അച്ഛൻ രാമകൃഷ്ണൻ. പയ്യൻ വന്നിട്ടുണ്ടോ? പയ്യൻ വന്നിട്ടുണ്ട്, അവൻ കാറിലിരിക്കുകയാണ്. ലീവ് വളരെ കുറവാണ്. അതിനെന്താ, നമുക്ക് വീട്ടിലോട്ട് പോവാം. എന്നിട്ട് നിങ്ങൾ എന്നെ കാറി ഇവിടെ കൊണ്ടുവന്നാക്കിയാൽ മതി കേട്ടോ. സാറേ, ഒരു സംശയം ചോദിച്ചോട്ടെ? സാറിന്റെ മകളെ പെണ്ണ് കാണുന്നതിന് വേണ്ടി 1000 രൂപ കൈക്കൂലി തരേണ്ടി വന്നു. ഇനി കല്യാണം ഉറപ്പിക്കുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടി വരുമോ? ചിലപ്പോ വേണ്ടി വരും. അതെ, അപ്പോ പറയാം. എന്താ പോരെ?